മലയാളം ബിഗ് ബോസ് സീസൺ 7 6 സീസണുകൾ കഴിഞ്ഞിട്ട് 7ാമത്തെ സീസൺ തുടങ്ങിയ ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതുവരെ ഉണ്ടായിരുന്ന സീസണുകളെ കടത്തിവെട്ടാൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, കടത്തിവെട്ടിയില്ലെങ്കിൽ പോലും അവരുടെ ഒപ്പത്തിനൊപ്പം എത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അതോ അതിന് താഴേക്കുള്ള സ്റ്റാൻഡേർഡ് ആണോ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 കാഴ്ചവെക്കുന്നത് എന്നാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള സീസണിനേക്കാൾ താഴേക്കാണ് ഈ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വർത്താനങ്ങളും അവിടെ ബിഗ് ബോസിനെ പോലും പേടിയില്ലാത്ത മത്സരാർത്ഥികളും ലാലേട്ടനോട് പോലും ബഹുമാനമില്ലാത്ത മത്സരാർത്ഥികളാണ് ഇപ്പോൾ അവിടെ മത്സരിക്കുന്നതെന്നാണ് പലതും കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒന്നാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിസേൽ, എത്രാമത്തെ നിയമമാണ് ജിസേൽ ഇപ്പോഴും അവിടെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? ബിഗ് ബോസ് പലതവണ വാണിംഗ് നടത്തിയിട്ടും ജിസേൽ അവിടെ നന്നാവുന്ന ഒരു ലക്ഷണവും ഇല്ല. ജിസേലിന്റെ മേക്കപ്പ് ഇല്ലാതെ നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയും ജിസേലിന്റേതായ ഡ്രസ്സും കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ച് അതെടുത്ത് ഇട്ട് നടക്കുന്ന അവസ്ഥയും ബിഗ് ബോസ് പലതരത്തിൽ പല വിധത്തിൽ അവിടെ വാണിംഗ് കൊടുത്തു നോക്കി, എന്നിട്ടും യാതൊരുവിധ രക്ഷയും ഉണ്ടായില്ല. അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു, ഇനി ഞാൻ ഈ ഷോ നിർത്തിവെക്കാണ്. ഞാനിവിടെ പറയുന്നത് ഇവരാരും അനുസരിക്കാതെ ഈ ഷോ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയില്ല എന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞ് ഇന്നിപ്പോ ആ ഷോ കുറച്ചു നേരത്തേക്ക് നിർത്തിവെക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. കാരണം മറ്റൊന്നുമല്ല, ഇവരുടെ ഈ ഉപയോഗം കോസ്മെറ്റിക്സ് എടുത്തു വെച്ച് പലരും സഹായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ച് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ബിഗ് ബോസിനെ പോലും ഇവർക്ക് യാതൊരു ഭയവും ഇല്ല. അവിടെ വന്ന് നിന്ന് അവര് ആ ഗെയിം കളിക്കുന്നു എന്നുള്ള രീതിയിൽ അവിടെ വന്ന് നിൽക്കുന്നു. ഇവർക്ക് ഇവരുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം, അല്ലാതെ ബിഗ് ബോസ് എന്നുള്ള ഷോയിനെയോ ലാലേട്ടനെയോ ബിഗ് ബോസിനെയോ ഒന്നിന് തന്നെ ഒരു ഭയപ്പാടുമില്ല, ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള മത്സരാർത്ഥികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആ വീട്ടിലെ ചോദ്യം എന്ന് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് അനീഷാണെന്ന്. പക്ഷേ അനീഷിനെ പോലെ ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൽ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അനീഷ് എന്താ പറയാ, പെട്ടെന്ന് തന്നെ പുറത്തു പോകുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. പക്ഷേ അനീഷിനെ രാജാവായി വാഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് വേണ്ടാന്ന് പറയും. ഇപ്പോ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയില്ലേ, ആ അവസ്ഥയാണ് ഇപ്പൊ അനീഷിന്റെ കാര്യത്തിൽ തോന്നുന്നത്. ഇപ്പൊ അവിടെ അനീഷിനൊപ്പം നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് കിടപിടിക്കാനോ ആർക്കും കഴിയാതെ വരുന്ന സമയത്ത് അവിടെ മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവായിട്ട് ഇപ്പൊ വാഴുന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ്. അത് ഭയങ്കര കോമഡിയാണല്ലേ, മൂക്കില രാജ്യത്തെ മുറിമുക്ക രാജാവ്. ആ അവസ്ഥയാണ് ഇവിടെ. റോബിനെ നമുക്കറിയാലോ, സീസൺ 4 ഉണ്ടായിരുന്ന റോബിനെ അനുകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. റോബിനെ അനുകരിച്ചുകൊണ്ട് അവിടെ നിൽക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റോബിന്റെ അടുത്തെത്താൻ പോലും അനീഷിന് കഴിയില്ല. റോബിന്റെ ഗെയിമിന്റെ ബുദ്ധി എന്ന് പറയുന്നത് അത് അബ്ബാർ ലെവല് തന്നെയായിരുന്നു. അതിന്റെ അടുത്തെത്താനായിട്ട് അനീഷിന് കഴിയില്ല. അനീഷ് പക്ഷെ പലരെയും അനുകരിച്ചുകൊണ്ട് അവിടെ നിൽക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് എല്ലാവരുടെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു ഇത്, അങ്ങനെ ഈ ബാക്കിയുള്ളവരെ മുഴുവൻ വെറുപ്പ് സമ്പാദിക്കാനുള്ള ഒരു ഇത്, അങ്ങനെ പല പല കാര്യങ്ങൾ അനീഷ് അവിടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് മുഴുവൻ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഷാനവാസ് ബുദ്ധിപരമായി അത് നീക്കുപോക്ക് ചെയ്യുന്നതാണ്. അനീഷിന്റെ വിഷയത്തില് ഷാനവാസ് അവിടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം നടത്തി. പക്ഷേ അതിനുശേഷം ഷാനവാസിന് അവിടെ ഇരുന്നുകൊണ്ട് അവിടെ അക്ബറും അതുപോലെ അപ്പാനി ശരത് ഇവരൊക്കെ ഇരുന്ന് കുറ്റം പറയുന്നത് കണ്ടപ്പോ എനിക്ക് അന്തം വിട്ടുപോയി. ഞാൻ അവർക്ക് ഗെയിം കളിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് വിജയം മിണ്ടാതിരുന്നാൽ പോരെ. അവിടെ മര്യാദ രീതിയിൽ ഗെയിം കളിച്ച ഷാനവാസിനെ അവരവിടെ ഇരുന്നിട്ട് കുറ്റം പറയാണ്. അയാൾ എന്ത് ഗെയിമാണ് കളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഷാനവാസിനെ അവിടെ കുറ്റം പറയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് കളിക്കുന്ന ഗെയിമിനെതിരെ അവിടെ വൃത്തിക്ക് കളിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഷാനവാസാണ്. ഷാനവാസിന്റെ ആ ബുദ്ധി അവറ്റങ്ങൾക്ക് ഒരെണ്ണത്തിന് ഓടിയില്ല. ആ ബുദ്ധി അവറ്റങ്ങൾക്ക് ഓടിയിരുന്നു എന്നുണ്ടെങ്കിൽ അനീഷിനെ അവിടെ എന്താ പറയാ, ആ കിട്ടിയ ഒരു ഇതുണ്ടല്ലോ അതങ്ങ് താറുമാറായിട്ട് പോയേനെ. ഇപ്പൊ അനീഷിനെ എനിക്ക് 1ാം സ്ഥാനം തന്നെ വേണം, ഞാൻ അതിനർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ നിലവിളി കൂട്ടുന്നുണ്ടായിരുന്നു. അത് പൊളിച്ചെടുക്കാനായിട്ടാണ് അവിടെ ഷാനവാസ് ശ്രമിച്ചത്. അവിടെ ഈ ഇതിന്റെ ഉള്ളിൽ കൃത്യമായിട്ട് 1 മണിക്കൂറിനുള്ളിൽ ആ റാങ്കിങ് ടാസ്ക് പൂർത്തീകരിച്ചാൽ മാത്രമേ അവർക്ക് പണിപ്പുരയിലേക്ക് കടക്കാനും അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാനും കഴിയുള്ളൂ. അതായിരുന്നു അവിടുത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ആ ടാസ്ക് പൂർത്തീകരിക്കാനായിട്ട് അവിടെ ഷാനവാസ് ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് നടത്തിയത്. ആദ്യം ഷാനവാസ് പറഞ്ഞു, അവിടെ ബാൻഡ് ഉള്ളവരെ 1, 2, 3 സ്ഥാനങ്ങളിൽ പോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു സാധനങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ എടുക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ 1, 2 സ്ഥാനങ്ങളിൽ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ടൈം കിട്ടുന്നത്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വെറും 10 സെക്കൻഡാണ് കിട്ടുന്നത്. ഈ 10 സെക്കൻഡ് കൊണ്ട് എന്തെടുക്കാനാണ്? അവിടെ ചെന്ന് തപ്പാനുള്ള സമയം പോലും കിട്ടില്ല. എന്തെങ്കിലും കയ്യിൽ കിട്ടിയത് കൊണ്ട് ഓടി ഇവിടേക്ക് എത്താൻ പറ്റിയാൽ ഭാഗ്യം എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് 1, 2 സ്ഥാനം അവർക്ക് കൊടുത്ത് അതിൽ നിന്ന് സാധനങ്ങൾ മാക്സിമം സ്വരൂപിക്കുക എന്നൊരു ബുദ്ധി അവിടെ ഷാനവാസ് കൃത്യമായിട്ട് ഉപയോഗിച്ചു.
അതിനെ അനീഷ് സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഷാനവാസ് അവിടെ സമയം കളയാനില്ല, ഈ ടാസ്ക് അനീഷ് നശിപ്പിക്കും എന്ന് മനസ്സിലാക്കിയ ഷാനവാസ് അവിടെ പറഞ്ഞു, 1ാം സ്ഥാനം അനീഷിന് കൊടുക്കാം, കാരണം നമുക്ക് പണിപ്പുരയിൽ പോയി സാധനങ്ങൾ എടുക്കണം എന്നുള്ളത് കൊണ്ട് 1ാം സ്ഥാനം കൊടുക്കാം, ബാക്കിയുള്ള സ്ഥാനങ്ങൾ എന്നിട്ട് നമുക്കെടുത്ത് ഈ ടാസ്ക് പൂർത്തീകരിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഒരെണ്ണം അത് ചിന്തിച്ചില്ല, ഒരെണ്ണം അത് ഷാനവാസിനെ സമ്മതിച്ചു കൊടുത്തില്ല. പക്ഷെ ഷാനവാസിന്റെ ബുദ്ധിയായിരുന്നു അവിടുത്തെ ബുദ്ധി എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. മറ്റൊന്നിനും അവിടെ അനീഷിനെ വിട്ടുകൊടുക്കാണ്, തോറ്റു കൊടുക്കാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ അനീഷിനെ വിട്ടുകൊടുത്തിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, ഡ്രസ്സ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം അതിന് സമ്മതിച്ചില്ല. സത്യം പറയാലോ, അവരുടെ ആന മണ്ടത്തരം എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ ഷാനവാസിന് മാത്രമാണ് ബുദ്ധി ഉപയോഗിച്ച് അത് ചെയ്യാനായിട്ട് തോന്നിയുള്ളൂ എന്നാണ് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ അനീഷിന്റെ ഒപ്പം മത്സരിച്ച് അവിടെ ഗെയിം കളിക്കാനായിട്ട് ഇപ്പൊ ആകെയുള്ള ഒരാള് ഷാനവാസാണ്. ബാക്കി എല്ലാത്തിനും ഗെയിം കളിക്കണം എന്ന് വിചാരമുണ്ട്. പക്ഷെ പൊട്ടത്തരങ്ങളല്ലാതെ ബുദ്ധിപരമായി ചിന്തിച്ച് ഗെയിം കളിക്കാൻ കഴിയുന്ന ഒരെണ്ണം ആ വീട്ടിലില്ല എന്ന് ഇപ്പൊ പറയേണ്ടി വരും. അനീഷും ഷാനവാസിനെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആരാണ് അവിടെ ബുദ്ധിപരമായി ഗെയിം കളിക്കാനായിട്ട് കഴിവുള്ള വ്യക്തി എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക, ആരാണ് അതുള്ളത്. കുറെ എണ്ണം അവിടെ ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിനും മുൻകോപം, ദേഷ്യം, മിണ്ടേനും പറഞ്ഞതിനും ഒക്കെ ചീത്തവിളി, ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരാളെ എങ്ങനെ നേരിടണം, ഒരാളുടെ എങ്ങനെ പെരുമാറണം, അതിനനുസരിച്ച് എങ്ങനെ ഇവിടെ നിൽക്കണം എന്നൊന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഒരൊറ്റ എണ്ണത്തിന് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അവിടെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഉള്ളതിൽ ഭേദം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുക്കില രാജ്യത്ത് മുറിമുക്കൻ രാജാവുന്ന ആ അവസ്ഥയാണ് ഇപ്പൊ അവിടെ അനീഷിനുള്ളത്. ഇനി അനീഷിന്റെ ഒപ്പം തന്നെ മുട്ടി നിൽക്കാനായിട്ട് ഇപ്പൊ അവിടെ ഷാനവാസ് ശ്രമിക്കുന്നുണ്ട്. ഷാനവാസിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ ഷാനവാസ് നല്ലൊരു ഗെയിമർ ആവും എന്നുള്ള കാര്യം ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഷാനവാസിന് അതിന് ശ്രമിച്ചാൽ പറ്റും എന്നുള്ളൊരു കാര്യം. എന്തായാലും ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഈ ആഴ്ച ഉണ്ടാവുമെന്നാണ് ബിഗ് ബോസ് അവിടെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിരുന്നു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം. പക്ഷേ അവരവിടെ ഒത്തൊരുമിച്ച് ഗെയിം കളിച്ചതുകൊണ്ട് അവർക്ക് ആരെയും പുറത്താക്കേണ്ടി വന്നില്ല. പക്ഷേ ഇത്തവണ ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇത് തികച്ചും അവിടുത്തെ ഗെയിം നോക്കിക്കൊണ്ടായിരിക്കും ഈ മിഡ് വീക്ക് എവിക്ഷൻ നടക്കുന്നത് എന്നുള്ളത്. അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് 6 മത്സരാർത്ഥികളാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ 6 മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് 1 അനീഷ്, 2 രന ഫാത്തിമ, 3 ഒനിയല്, പിന്നൊന്ന് ശാരിക, പിന്നൊന്ന് കലാഭവൻ സരിക. ഇവരൊക്കെയാണ് ഇതിലേക്ക് വന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 6 മത്സരാർത്ഥികൾ എന്ന് പറയുന്നത്. ഈ 6 മത്സരാർത്ഥികളിൽ നിന്ന് 2 പേര് മിഡ് വീക്കിൽ പോകുന്നതാണ് ബിഗ് ബോസ് അറിയിച്ചിട്ടുള്ളത്. അതുകൂടാതെ പിന്നെ വീക്കെൻഡ് എവിക്ഷനുള്ള എല്ലാവരും, അതായത് നമ്മുടെ അഭിശ്രീ ഒഴിച്ച് ബാക്കി എല്ലാവരും എവിക്ഷനിൽ ഇത്തവണ വന്നിട്ടുണ്ട്. അഭിശ്രീ മാത്രമാണ് ഇത്തവണ രക്ഷപ്പെട്ടിട്ടുള്ളത്, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആഴ്ച എത്ര പേര് ഔട്ട് ആവും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഈ മിഡ് വീക്ക് എവിക്ഷനിൽ 2 പേര് പോവോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീക്ക് പോകുന്നത് 3 പേരായിരിക്കും. ഒക്കെ മൊത്തത്തിൽ ഒരു സർപ്രൈസ് ആണ്. എന്താ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് തന്നെ തോന്നുന്നുണ്ട് ഇവറ്റങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഒരു ഗുണവും ഇല്ല, അപ്പൊ വേറെ വല്ലവരും കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ഒക്കെ ഇതിനെ അങ്ങ് അടിച്ചു പുറത്താക്കാനായിട്ട് ബിഗ് ബോസ് തീരുമാനിച്ചതെന്നാണ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവറ്റങ്ങളെ കൊണ്ട് ഒരു ഭാരമില്ല, ബിഗ് ബോസിനെ തന്നെ ഒരു ബഹുമാനമില്ല, പറഞ്ഞാൽ അനുസരിക്കില്ല, എന്തോ കാണിച്ചു കൂട്ടുന്നു, തിന്നുന്നു, അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നല്ലാതെ ഗെയിമിന്റേതായ രീതിയിൽ ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പൊ ഒക്കെ ഇതിനെ അടിച്ചു പുറത്താക്കിയിട്ട് പുതിയ കുറച്ചെണ്ണത്തിനെ കയറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നിയതുകൊണ്ടാണോ മിഡ് വീക്ക് എവിഷനിൽ 2 പേരെ പുറത്താക്കുകയും വീക്കെൻഡ് എവിഷനിൽ പുറത്താക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇവറ്റങ്ങളൊക്കെ അടിച്ചു പുറത്താക്കി പുതിയ എണ്ണത്തിനെ കൊണ്ടുവരാനുള്ള തന്ത്രമാണോ ബിഗ് ബോസിന്റെ അറിയില്ല. സംഭവം എന്തായാലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നൈസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.